വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് 23-ാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര നിലം പൊത്തിയ സംഭവത്തിൽ വിജിലൻസ് പരിശോധന നടത്തി. മേൽക്കൂരയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് നിലം പൊത്താൻ കാരണമായതെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ച് പത്രമാധ്യമ വാർത്തകളും പരാതികളും ഉയർന്ന സാഹചര്യത്തിലായിരുന്നു വിജിലൻസ് പരിശോധന നടത്തിയത്. 2015 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നും വിജയിച്ച വിജയകുമാരി ഉദയസൂര്യന്റെ ടേണിലായിരുന്നു തോട്ടം കാർഷിക മേഖലയായ മ്ലാമല പൂണ്ടിക്കുളത്ത് യുവതലമുറയുടെ കായിക ഉന്നമനത്തിനായി ഒരു ഷട്ടിൽ കോർട്ട് ഇൻഡോർ സ്റ്റേഡിയം എന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചത്. ഇതിൻ പ്രകാരം ഇൻഡോർ സ്റ്റേഡിയത്തിനായി ജില്ലാ പഞ്ചായത്ത് അംഗം 10 ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഇത് ഇവരുടെ കാലാവധിയുടെ അവസാന കാലഘട്ടത്തിലായിരുന്നു നടന്നത്. ഇതിനുശേഷം അടുത്ത ജില്ലാ പഞ്ചായത്ത് അംഗമായി SP രാജേന്ദ്രനെ തെരഞ്ഞെടുക്കപ്പെടുകയും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയുടെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ നിർമ്മാണ പുരോഗതിക്കായി 10 ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും ഇതിന്റെ എസ്റ്റിമേറ്റ് നടപടി പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം ജൂലൈ 27-ന് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര നിലം പൊത്തുകയായിരുന്നു. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് തകർച്ചയുടെ കാരണം അന്വേഷിക്കുവാൻ വിജിലൻസ് പരിശോധന നടത്തിയത്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര ഉറപ്പിക്കുന്നതിനാവശ്യമായ ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നും നിർമ്മാണത്തിലെ വ്യാപക ക്രമക്കേടുകൾ നടന്നതിലാണ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര നിലം പൊത്തുവാൻ കാരണമായത് എന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഒരു യുവതലമുറയുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയിലെ അഴിമതിക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.